രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കേരള കോൺഗ്രസിന്റെ നിലപാട് എന്താകും എന്നത് തന്നെയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണി മാറുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിൽ ആണ് ഇപ്പോൾ LDF നേതാക്കൾ. മന്ത്രി VN വാസവൻ കോട്ടയത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ജോസ് കെ മാണിയുമായും MLA-മാരുമായും CPIM നേതൃത്വം നിരന്തരം സമ്പർക്കത്തിലാണ്. അത്തരം കൂടിക്കാഴ്ചകളും ചർച്ചകളുമൊക്കെ തുടരുന്ന സാഹചര്യം തന്നെ ആണ് ഉള്ളത്. എന്നാൽ കേരള കോൺഗ്രസ് മുന്നണി മാറും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് UDF നേതൃത്വം. മുന്നണി മാറ്റം തടയാനായില്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പിളർത്താനുള്ള നീക്കങ്ങളും CPIM-ന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. വരാൻ പോകുന്ന ഈ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അത് 16-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വളരെ നിർണായകമാകും എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. ജോസ് കെ മാണി ഇന്ന് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ജോസ് കെ മാണി മുന്നണി വിടില്ല എന്നും ഒപ്പം ഉറച്ചു നിൽക്കും എന്നുമാണ് ഇപ്പോൾ LDF-ന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മന്ത്രി VN വാസവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, പിന്നെ അദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയതിന് ശേഷം കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഞങ്ങൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ പൂർണ്ണമായി ഞങ്ങളോടൊപ്പം വേദിയിൽ റോഷി അഗസ്റ്റിനും 5 MLA-മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ ഒന്ന് വരാതിരുന്നത്, ദുബായിൽ അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിൽ കുടുംബസ്വയം പോലും നേരത്തെ മുന്നണി അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് വരാതിരുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു. ഇതുവരെ ഈ കാര്യത്തിൽ അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അവർ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം നേരെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും അതിനുശേഷം ജോസ് കെ മാണി ചെയർമാനും എല്ലാം കൃത്യമായി കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. UDF-നിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് മറ്റേതെങ്കിലും രൂപത്തിലുള്ള പുതിയ സംവിധാനം കൂടി ഇല്ലെങ്കിൽ മുന്നോട്ട് രക്ഷയില്ല എന്നുള്ള സ്ഥിതിയിലെത്തുമ്പോഴാണ് ഇങ്ങനെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും കിടക്കുമോ എന്നുള്ള പരിശ്രമം നടക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ഉൾപ്പെടെ കേരളമാകെ ഒരു 110 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അത് സാധ്യമാകുമെന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് അവരെ ഭയപ്പെടുന്ന കാര്യവും. ഇങ്ങനെ പുറകെ വരുന്നില്ലെന്ന് പറഞ്ഞാലും അല്ല, അവരെ ചവിട്ടി പുറത്താക്കുന്നത് അവർ തന്നെ നേരത്തെ പറഞ്ഞല്ലോ. ആ ചവിട്ടി പുറത്താക്കി കൂട്ടി പിന്നെയും ഇവരുടെ പുറകെ ക്ഷണിച്ചുകൊണ്ട് വരും നടക്കുന്ന അവരുടെ ആത്മവിശ്വാസക്കുറവും അവർക്കൊരു ബലയില്ലായ്മയും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരെ അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങളും അതിന് വേണ്ട രൂപത്തിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇതാണ് എന്തുകൊണ്ടാണ് ഇടതുമുന്നണി ഇത്തരത്തിൽ അതിതീവ്ര ശ്രമവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഇടതുപക്ഷത്ത് ജോസ് കെ മാണിയെ ഉറപ്പിച്ചു നിർത്തേണ്ടതിൻ്റെ എന്താവശ്യകതയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഉള്ളത് എന്നതാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് LDF തന്നെയാണ് എന്ന് പറയാം. കാരണം പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് UDF-ന് അനുകൂലമാകുന്ന പശ്ചാത്തലം എന്നതാണ് പൊതുനിരീക്ഷണം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടായിട്ടുള്ള വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാവുകയും UDF-ന്റെ ഒരു മേൽക്കൈ കാണുകയും ചെയ്യാം. 80 നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് UDF ആണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി മുന്നണിയിൽ തുടരേണ്ടത് ഇപ്പോൾ LDF-ന്റെ അനിവാര്യതയായി മാറുന്നു എന്നതാണ് വസ്തുത. എന്തുകൊണ്ട് LDF-ൽ പിടിച്ചു നിർത്താൻ, ഉറപ്പിച്ചു നിർത്താൻ ശ്രമം നടക്കുന്നു എന്നതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായി 2 വട്ടം അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് അടുത്ത ടേമിലേക്ക് കൂടി കടക്കുക, 3-ാം വട്ടവും ഇടതുപക്ഷം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മിഷൻ 3.0 എന്ന നിലയിൽ, പിണറായി 3.0 എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുന്നു. 110 സീറ്റുകളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്നിരിക്കെ ആ 110 എന്ന സംഖ്യയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും ജോസ് കെ മാണി വിഭാഗത്തെ ഒരുമിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമായി വരുന്നു. ഇവിടെ ഇപ്പോൾ തന്നെ ഈ മുന്നണി മാറ്റം ഉണ്ടായാൽ അത് LDF-ന് കടുത്ത ഭീഷണിയായി മാറുന്നു, അല്ലെങ്കിൽ കടുത്ത തിരിച്ചടിയാകുന്നത് എന്തുകൊണ്ടാണ്? നിലവിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. അവിടെ ജോസ് കെ മാണിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചില്ല. LDF യോഗത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല.
ഇനി ഇതാ 3 മേഖലാ ജാഥകൾ ആരംഭിക്കാൻ പോവുകയാണ്. ആ 3 മേഖലാ ജാഥകൾ ആരംഭിക്കുമ്പോൾ അതിന്റെ ജാഥ ക്യാപ്റ്റന്മാരിൽ ഒരാൾ ജോസ് കെ മാണിയാണ്. അങ്ങനെയുള്ള ജോസ് കെ മാണി ഈ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന തോൽവി ഭയം, ആ തോൽവി ഭയത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ജോസ് കെ മാണി മുന്നണിയുടെ ഭാഗമാകാതെ മാറി നിൽക്കുന്നത് എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് തീർച്ചയായും എത്തുന്ന സാഹചര്യമുണ്ടാകും. മറ്റൊന്ന് ന്യൂനപക്ഷ വോട്ടുകൾ ആണ്. അതായത് ഈ ജോസ് കെ മാണി വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള മേഖലകളിൽ അവർക്ക് സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ക്രൈസ്തവ വിഭാഗങ്ങളെ LDFുമായി ചേർത്ത് നിർത്തുന്നതിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ജോസ് കെ മാണിക്ക് സാധിച്ചിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനോട് എതിർപ്പ് പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ അകലുവാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ ഒരുമിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമായി വരുന്നത്. ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനം 11:30 നടക്കും. എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയുയർന്ന പശ്ചാത്തലമുണ്ട്. അത് പൂരത്തിന്റെ നാട്ടിലാണ്, ശക്തന്റെ തട്ടകത്തിലാണ് കലയുടെ മാമാങ്കത്തിന് തിരികൊളുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.